അമേരിക്കൻ അതിർത്തിയിലെ സുരക്ഷാ വീഴ്ചകൾക്ക് പ്രധാന കാരണം അഭയാർത്ഥി നിയമങ്ങളിലെ പഴുതുകളാണെന്നാണ് ട്രംപ് ഭരണകൂടം എപ്പോഴും വിശ്വസിച്ചിരുന്നത്. ഈ പഴുതുകൾ പൂർണ്ണമായും അടക്കാനുള്ള കൃത്യമായ കർമ്മ പദ്ധതിയാണ് കഴിഞ്ഞ 2 മാസമായി പുറത്തുവരുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടനുസരിച്ച് അഭയാർത്ഥി അപേക്ഷകളിൽ കോടതികൾ വാദം കേൾക്കാതെ തന്നെ അവ തള്ളിക്കളയണം. ഇത്തരത്തിൽ അപേക്ഷ നിരസിക്കപ്പെടുന്നവരെ അവർക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഉഗാണ്ട, ഹോണ്ടുറാസ്, ഇക്വഡോർ തുടങ്ങിയ 3ാം രാജ്യങ്ങളിലേക്ക് നാടുകടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സുരക്ഷിതമായ 3ാം രാജ്യ ഉടമ്പടികൾ എന്ന നിയമപരമായ മറ ഉപയോഗിച്ചാണ് ഈ നീക്കം. എന്നാൽ ഈ രാജ്യങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഗുണ്ട ആക്രമണങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ നടപടി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും മനുഷ്യാവകാശ ആശങ്കകൾക്കും വഴിതുറന്നിരിക്കുകയാണ്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കാനും പ്രതിവർഷം 1 ദശലക്ഷം ആളുകളെ നാടുകടത്താനുള്ള അവരുടെ ലക്ഷ്യം നിറവേറ്റാനുമുള്ള ഏറ്റവും പുതിയ ശ്രമമാണിത്. അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. 2024 സാമ്പത്തിക വർഷത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസ് ഓഫ് ഇമിഗ്രേഷൻ റിവ്യൂ മുമ്പാകെ ഏകദേശം 9 ലക്ഷം അഭയാർത്ഥി അപേക്ഷകളുണ്ടായിരുന്നു. ഇത് ട്രംപിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രതിവർഷം ഏകദേശം 2 ലക്ഷം അപേക്ഷകളിൽ നിന്ന് വളരെ കൂടുതലാണ്. അഭയം എന്നത് ആളുകൾക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് പോകാനുള്ള ഒരു വഴിയായി രൂപകൽപ്പന ചെയ്തതല്ല. അവർക്ക് മറ്റൊരു രാജ്യത്ത് ഭീഷണി നേരിടേണ്ടി വരില്ലെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഇവിടെ തുടരാൻ അനുവദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പൊളിറ്റിക്കോ എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ തന്ത്രത്തിന് ഒക്ടോബറിൽ നീതിന്യായ സഭയുടെ ബോർഡ് ഓഫ് ഇമിഗ്രേഷൻ അപ്പീൽസ് പിന്തുണ നൽകി. അമേരിക്കയിൽ അഭയാർത്ഥി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് 3ാം രാജ്യത്തേക്ക് നാടുകടത്തുന്നതിനെക്കുറിച്ച് പരിഗണിക്കണമെന്ന് അവർ വിധിച്ചു. ഇത് ഈ നീക്കത്തിന് വലിയ പ്രചോദനം നൽകി. നവംബറിൽ DHS അഭിഭാഷകർ ഏകദേശം 5000 കേസുകൾ തള്ളിക്കളയാൻ ആവശ്യപ്പെട്ടു. ഇത് ഒക്ടോബറിലേതിനേക്കാൾ ഇരട്ടിയും സെപ്റ്റംബറിലേതിനേക്കാൾ 4 മടങ്ങ് കൂടുതലുമാണ്. എന്നാൽ ഈ 5000 കേസുകളിൽ എത്ര എണ്ണം 3ാം രാജ്യത്തേക്ക് അയക്കാനുള്ളതാണ് എന്നത് വ്യക്തമല്ല. കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതിന് പകരമായി ഈ രാജ്യങ്ങൾക്ക് പലപ്പോഴും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള US വിമർശനം കുറയുകയും കൂടുതൽ സുരക്ഷാ സഹായം ലഭിക്കുകയും ചെയ്യാറുണ്ട്. കുടിയേറ്റ അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും ഈ പുതിയ പ്രവണതയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ഇത് അമേരിക്കയിലെ അഭയാർത്ഥി സംവിധാനത്തിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണെന്ന് അവർ വാദിച്ചു. ഭരണകൂടം നമ്മുടെ മാനുഷിക സംരക്ഷണ സംവിധാനത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിലിൻ്റെ സ്റ്റാഫ് അറ്റോർണി റെബേക്ക വുൾഫ് പറഞ്ഞത്. ആളുകൾക്ക് അമേരിക്കയിൽ അഭയാർത്ഥിക്കായി അപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് അവരുടെ ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഭരണകൂട ഉദ്യോഗസ്ഥർ ഇതിനെ എതിർക്കുകയാണ്. യഥാർത്ഥത്തിൽ പീഡനം ഭയക്കുന്നവർ അവരുടെ സുരക്ഷയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏത് രാജ്യത്തേക്ക് അയച്ചാലും അവർക്ക് പ്രശ്നമുണ്ടാകരുത്. പല ഇമിഗ്രേഷൻ ഗ്രൂപ്പുകളും ഇത് തെറ്റാണെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു വാദം കേൾക്കാനുള്ള അവസരം ലഭിക്കണമെന്ന് അവർ പറയുന്നു. എന്നാൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് നിയമമാണ്. നിങ്ങൾക്ക് നിയമത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് കോൺഗ്രസ് വഴി പരിഹരിക്കണം എന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. DHSന്റെ ഈ തന്ത്രം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അവരുടെ ആദ്യകാല ശ്രമങ്ങളിൽ നിന്ന് എങ്ങനെ പഠിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. 2019 DHSഉം നീതിന്യായ വകുപ്പും ഒരു ഇടക്കാല നിയമം പുറത്തിറക്കി. ഇത് ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, ഗ്വാട്ടിമാല തുടങ്ങിയ രാജ്യങ്ങളുമായി 3ാം രാജ്യ ഉടമ്പടികൾ ഉണ്ടാക്കാൻ USനെ അനുവദിച്ചു. ഈ രാജ്യങ്ങളിൽ സുരക്ഷിതമായി അഭയം തേടാൻ കഴിയുമെന്ന് ഭരണകൂടം കണ്ടെത്തിയതിനാൽ അമേരിക്കയിൽ അഭയാർത്ഥികൾക്ക് അപേക്ഷിക്കുന്നതിൽ നിന്ന് കുടിയേറ്റക്കാർ പിൻവലിഞ്ഞു. ആ വർഷം ഫയൽ ചെയ്ത ഒരു കേസിൽ അഭയാർത്ഥി അപേക്ഷകരും ഇമിഗ്രേഷൻ ഗ്രൂപ്പുകളും ഈ ഉടമ്പടികൾ നിയമവിരുദ്ധമാണെന്ന് വാദിച്ചു. ഈ പുതിയ തന്ത്രത്തിനെതിരെയും കേസുകൾ ഫയൽ ചെയ്യുമെന്ന് ഭരണകൂട ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തവണ വൈറ്റ് ഹൗസ് ഇത്തരം ഉടമ്പടികൾ കൂടുതൽ അസ്ഥിരമായ രാജ്യങ്ങളുമായി ഉണ്ടാക്കുക മാത്രമല്ല കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുമായി മറ്റ് കരാറുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. മാസങ്ങളായി ഭരണകൂടം ദക്ഷിണ സുഡാൻ, എസ്വാട്ടിനി തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നു. കൂടാതെ 200-ലധികം വെനസ്വേലക്കാരെ എൽ സാൽവഡോറിലേക്ക് അയച്ചു. അവിടെ വരെ മാസങ്ങളോളം രാജ്യത്തെ ഏറ്റവും വലിയ ജയിൽ പാർപ്പിച്ചു. ഈ മാസം പസഫിക് സമുദ്രത്തിലെ ഏകദേശം 350 ചെറിയ ദ്വീപുകളുള്ള പലാവു ട്രംപ് ഭരണകൂടവുമായി ഒരു കരാർ ഒപ്പുവെച്ചു. സഹായം ലഭിക്കുന്നതിന് പകരമായി 75 കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ അവർ സമ്മതിച്ചു. സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാൻ കഴിയാത്തവരുടെ നാടുകടത്തൽ വേഗത്തിലാക്കാൻ വൈറ്റ് ഹൗസ് 3ാം രാജ്യങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. അഭയാർത്ഥി സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഈ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയാണെന്നുമാണ്. പീഡനം നേരിടാത്ത മറ്റ് രാജ്യങ്ങളിലൂടെ കടന്നുപോയ ആർക്കും അമേരിക്കയിൽ അഭയം ലഭിക്കാൻ അർഹതയില്ല. ഇത് വ്യാജ അഭയാർത്ഥി അപേക്ഷകളെ തടയുന്നതിനുള്ള ഒരു മാർഗമാണ് എന്നാണ് ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളെ പിന്തുണയ്ക്കുന്ന സെൻറ്റർ ഫോർ ഇമിഗ്രേഷൻ സ്റ്റഡീസ് എന്ന തിങ്ക് ടാങ്കിൻ്റെ തലവൻ മാർക്ക് ക്രിക്കോറിയൻ പറഞ്ഞത്. അനധികൃത കുടിയേറ്റക്കാരെ എല്ലാവരെയും അമേരിക്കയിൽ നിന്ന് പുറത്താക്കാനും ഇമിഗ്രേഷൻ ജഡ്ജിയുടെ മുന്നിൽ വാദം കേൾക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് DHS വക്താവ് പറയുന്നത്. DHS വിളിക്കുന്ന അഭയാർത്ഥി സഹകരണ ഉടമ്പടികൾ നിയമപരമായ ഉഭയകക്ഷി ക്രമീകരണങ്ങളാണ്.
ഇത് അമേരിക്കയിൽ അഭയം തേടുന്ന അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ അപേക്ഷകൾ ന്യായമായി പരിഗണിക്കാമെന്ന് സമ്മതിച്ച പങ്കാളി രാജ്യത്ത് സംരക്ഷണം തേടാൻ അനുവദിക്കുന്നതാണ്. അഭയാർത്ഥി സംവിധാനത്തിലെ കാലതാമസവും ദുരുപയോഗവും പരിഹരിക്കാൻ DHS ലഭ്യമായ എല്ലാ നിയമപരമായ മാർഗങ്ങളും ഉപയോഗിക്കുന്നുവെന്നും DHS വക്താവ് പറഞ്ഞു. DHS പറഞ്ഞതനുസരിച്ച് ട്രംപ് ഭരണകൂടം നാടുകടത്തൽ റെക്കോർഡുകൾ തകർക്കാൻ പോവുകയാണ്. പ്രസിഡന്റിന്റെ ആദ്യ വർഷാവസാനത്തോടെ ഏകദേശം 6 ലക്ഷം നാടുകടത്തലുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒബാമ ഭരണകൂടത്തിന്റെ കാലത്തെ 4 ലക്ഷം നാടുകടത്തലുകളെ മറികടക്കും. ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നത് മുതൽ വൈറ്റ് ഹൗസ് അഭയാർത്ഥി സംവിധാനത്തെ ആക്രമിക്കുകയും നാടുകടത്തൽ വേഗത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ കോടതികളിലെ കേസുകളുടെ ബാക്ക്ലോഗ് കുറക്കാനുള്ള ശ്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. EOIR പറയുന്നതനുസരിച്ച് ജനുവരിയിലെ 4.18 ദശലക്ഷം കേസുകളിൽ നിന്ന് ഇതിപ്പോൾ 3.75 ദശലക്ഷത്തിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ഇമിഗ്രേഷൻ കോടതികളിലെ ബാക്ക്ലോഗ് അവരുടെ വലിയ തോതിലുള്ള നാടുകടത്തൽ പ്രചാരണത്തിന് ഒരു വലിയ തടസ്സമാണെന്ന് ട്രംപ് ഭരണകൂടത്തിന് അറിയാം. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനലിസ്റ്റ് കൂടിയായ ഇമിഗ്രേഷൻ അഭിഭാഷക കാത്ലിൻ ബുഷ് ജോസഫ് പറഞ്ഞു. അവർ എത്രയും പെട്ടെന്ന് കേസുകൾ തീർപ്പാക്കാനും അവ അടച്ചുപൂട്ടാനും ശ്രമിക്കുകയാണെന്നും കാത്ലിൻ ബുഷ് ജോസഫ് പറഞ്ഞു.